ഗൈസ് ഞങ്ങൾ പോസ്റ്റ് ചെയ്ത തമ്പൂര് വാട്ട് എയ്റ്റിന്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ സന്തോഷം. ഇന്ന് മറ്റൊരു വാട്ട് എയ്റ്റിന്റെയാണ്. സോ വെൽക്കം ടു തമ്പൂസ് ഡെയിലി ഡേറ്റ് എപ്പിസോഡ് 2. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബനാന സ്ട്രോബെറി കുറുക്കാണ് കേട്ടോ. അപ്പൊ എങ്ങനെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയന്റ് കണ്ണങ്കാപ്പൊടിയാണ്, പിന്നെ സ്ട്രോബെറി, ഈന്തപ്പഴം, അതുപോലെ തന്നെ ഏറ്റവും ഗീ ഉണ്ട് കേട്ടോ. ആദ്യം തന്നെ ഈന്തപ്പഴത്തിന് തൊള്ളി കളയാൻ അതും ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാം. സ്ട്രോബെറിയിൽ അണുക്കൾ പോകാനായിട്ട് ബേക്കിംഗ് സോഡയിൽ നമ്മൾ മുക്കി വെച്ചിട്ടുണ്ട് ഒരു 10-15. ശേഷം രണ്ടും വാഷ് ചെയ്ത് ഇതുപോലെ അരച്ച് പിന്നെ കുഞ്ഞിന് ആവശ്യമുള്ള കണ്ണങ്കാപ്പൊടി ഇതുപോലെ മിക്സ് ചെയ്തിട്ട് സ്റ്റവ് ഓണാക്കുക, പാത്രം വെക്കുക, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ കണ്ണങ്കാപ്പൊടി കുറുക്കി വെച്ചില്ല അതൊന്ന് ഒഴിച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കുക. സ്ട്രോബെറിയുടെ ഈന്തപ്പഴത്തിന്റെ മിക്സ് ചേർക്കുക, കുറച്ച് നെയ്യും കൂടി ചേർക്കുക, അവസാനം ഒരു പഴവും കൂടി ഉടച്ച് ചേർക്കണം. ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞു. തമ്മിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഇത്. സ്നാക്സ് ടൈമിന് ഞാൻ ഇന്ന് അവന് കൊടുത്തിട്ടുണ്ടായ പപ്പായാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായത് കേട്ടോ. നല്ല മധുരമുള്ളതാണ്. ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുത്താൽ അവൻ തന്നെ കഴിക്കും. ഇങ്ങനത്തെ സാധനങ്ങളാണ് പുള്ളി സെൽഫ് ഫീഡ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ ലഞ്ച് കൊടുത്ത പംകിൻ ദാൽ റൈസ് ആണ്. അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്കൊരു കട്ടിംഗ് ബോർഡ് കയ്യിലേക്ക് ഇത് പംകിൻ വേണം, ദാൽ വേണം, പിന്നെ റൈസ് വേണം. വേറെ ഒന്നുമില്ല, ഇത്ര സാധനങ്ങൾ മതി. കുക്കറിലേക്ക് ഈ 3 സാധനങ്ങൾ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു പിഞ്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒരു 4 വിസിൽ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ച് ഇങ്ങനെ ഒന്ന് സ്മാഷ് ചെയ്തിട്ടാണ് കൊടുക്കാറ് കേട്ടോ അവന്. അത് അവന് ഇഷ്ടമാണ്. പിന്നെ വൈകുന്നേരം എപ്പോഴും ഞാൻ ഏത്തപ്പഴം ഒന്ന് വേവിച്ച് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് ഉടച്ചു കൊടുക്കും. അങ്ങനെ കൊടുക്കണം കേട്ടോ. ഒരുപാട് ആൾക്കാർ പറഞ്ഞു അവനിങ്ങനെ ഫിംഗർ ഫുഡും കുറച്ചും കൂടി കട്ടിയുള്ള ആഹാരം കൊടുക്കാൻ. അവൻ ഇത്ര നല്ല സോഫ്റ്റ് ഫുഡ് കഴിച്ചുകൊണ്ട് പെട്ടെന്ന് നമുക്ക് അങ്ങനെ മാറാൻ പറ്റില്ലല്ലോ. അപ്പോൾ പയ്യെ മാറാം. ഇനി നിങ്ങൾക്ക് അറിയുന്ന റെസിപ്പീസ് കമന്റിൽ പറയണേ.